ഇന്ന് നമുക്ക് ടസർ സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഉടുത്തിരിക്കുന്ന അതേ പാറ്റേണിൽ വരുന്ന സാരീസാണ്. ഇതിൻ്റെ റേറ്റ് വരുന്ന 5680 ആണ്. വിത്ത് പ്ലെയിൻ ബ്ലൗസ് പീസാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിന് ബോർഡർ അത് മുന്താണി ഒന്നും സെപ്പറേറ്റ് ഇല്ല, സെയിം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന സാരീസാണ്. അപ്പം ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുത്ത് ടോട്ടൽ 9 പേർക്ക് നമ്മൾ എല്ലാ മാസവും ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് നമുക്ക് ഇതേപോലെ ഒരു മെറൂൺ ഷെയ്ഡ്, മെറൂണിൻ്റെ അല്പം ഒരു ഡാർക്കറായിട്ടുള്ള ഒരു ടോൺ, അതായത് 2 കളേഴ്സാണ് ഇതിനകത്ത് മിക്സ് ചെയ്ത് വരുന്നുണ്ട്. ഇതിങ്ങനെ ഒരു മെറൂൺ ഷെയ്ഡ്, പിന്നെ അതിൻ്റെ ഇച്ചിരി ഒരു ലൈറ്റർ ടോൺ, അതിൻ്റെ ഇടയിൽ ഇത് ഇങ്ങനെ ത്രെഡ് വീവിൻ്റെ ഒരു ഡിസൈനും കൂടിയാണ് വന്നിരിക്കുന്നത്. ഹോൾ സാരി ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ടാസിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ടാസിൽസൊക്കെ കെട്ടിയിട്ടുണ്ട്. ഫുൾ സാരി, അതായത് മുന്താണിയൊന്നും സെപ്പറേറ്റ് ഇല്ല, ഫുൾ സാരി ഇങ്ങനെ തന്നെയാണ്. അതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോൾ ഇങ്ങനെ പ്ലെയിൻ ബ്ലൗസ് പീസാണ് വന്നിരിക്കുന്നത്. 5680 റേഞ്ചിൽ വരുന്ന സാരീസ്. ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അടുത്ത കളർ വരുന്നത് ഒരു ഗ്രീനിഷ് ടോൺ. ഇതാണ് ഒരു ഗ്രീനിഷ് ടോൺ. നല്ലൊരു ഭംഗിയുള്ളൊരു ഗ്രീനിഷ് ടോൺ. ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ടസറിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ് പീസാണ് കേട്ടോ. 5680. ഇങ്ങനെ ഒരു വെർട്ടിക്കൽ സ്ട്രൈപ്സ് പാറ്റേണിൽ വരും നമ്മൾ സാരി ഉടുത്ത് കഴിയുമ്പോൾ. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡ്. ഇതൊരു നേവി ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ്, പക്ഷേ ഭയങ്കര ഡാർക്ക് നേവി ബ്ലൂ അല്ല, നല്ല ഭംഗിയുള്ളൊരു കളറ്. ഇതാണ് ബ്ലൗസ് പീസ്. ബ്ലൗസ് പീസ് എപ്പോഴും വരുന്നത് ഈ ലൈറ്റർ ടോണിൽ വരുന്ന ആ ഷെയ്ഡിനോട് ചേർന്ന ബ്ലൗസ് പീസാണ് വരുന്നത്. ഇതൊക്കെ ടാസിൽസൊക്കെ കെട്ടിയിട്ടുണ്ട്. 5680. അടുത്തത് വരുന്നതും ഒരു ഗ്രേ ഷെയ്ഡ്, ഗ്രേ. ഗ്രേ ഷെയ്ഡ്, ഗ്രേയിൽ തന്നെ വരുന്ന ബ്ലൗസ് കണ്ടോ, ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രേ കോമ്പിനേഷനാണ് വരുന്നത്. ഒരു സ്ട്രൈപ്സ് പാറ്റേൺ പോലെ വന്നിരിക്കുന്നത് ലൈറ്റ്, അടുത്തത് ഡാർക്ക്. അപ്പോൾ ലൈറ്റർ ടോണിൽ വന്നിരിക്കുന്ന ബ്ലൗസാണ് വന്നിരിക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ ടസർ സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എയിൻസ് ബൊട്ടീക്ക് എന്നാണ്. എയിൻസ് ബൊട്ടീക്കിലിടുന്ന എല്ലാ വീഡിയോസും അതിനകത്തിടുന്ന എല്ലാ പോസ്റ്റുകളും എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കുക, നമ്മുടെ ഫോണിൽ യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു കണ്ണാടിയുടെ ഷേപ്പിലുള്ള ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് എയിൻസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. എയിൻസ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ എയിൻസ് ബൊട്ടീക്ക് എന്ന് വരും. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്തു. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് എയിൻസ് എന്നുള്ള എംബ്ലത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് എന്ന് കിടപ്പുണ്ട്. ആ സബ്സ്ക്രൈബ്ഡ് എന്ന് കിടക്കുന്നതിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ എവിടെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹോം പേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഹോം എന്നുള്ള ഇവിടെ ഒരു താഴെ കാണുന്ന ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിലൊരു ബെൽ ബട്ടൺ കാണും. ആ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എയിൻസ് ബൊട്ടീക്ക് അപ്ലോഡഡ് ചുരിദാർ മെറ്റീരിയൽസ്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് കാണാനായിട്ട് പറ്റും. താങ്ക്